Hi dear students, next problem integral 1 to infinity 3 by e raised to x plus 5 dx. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്നത് 3 by e raised to x plus 5. That is 3 by e raised to x ഞാൻ പുറത്തെടുക്കുകയാണ്. അപ്പോൾ 1 plus 5 by e raised to x. ഇനി ജി ഓഫ് എക്സ് ചൂസ് ചെയ്യുന്നത് ഞാൻ 1 by e raised to x എന്നാണ്. അപ്പോൾ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ചൂസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by e raised to x. നമ്മൾ ക്വസ്റ്റ്യൻ റൂൾ പ്രകാരമാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എഴുതി 3 by e raised to x ഇൻറ്റു 1 plus 5 by e raised to x എന്നാണ്. ഇപ്പോൾ 3 by e raised to x ഇൻറ്റു 1 plus 5 by e raised to x ഹോൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 by e raised to x. ഇപ്പോൾ ഈ 1 by e raised to x നമുക്ക് റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 3 by e raised to x ഇൻറ്റു 1 plus 5 by e raised to x ഇൻറ്റു e raised to x എന്ന് വരും. ഈ e raised to x e raised to x ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 by 1 plus 5 by e raised to x എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നത് 3 by 1 plus 5 by e raised to x ആണ്. ഇപ്പോൾ 3 by 1 plus 5 by e raised to x. ഇപ്പോൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ e raised to ഇൻഫിനിറ്റിയിൽ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ അത് 5 by ഇൻഫിനിറ്റി ആയി പോവും. അതായത് ആ ടേം 0 ആണ്. ബാക്കി 3 by 1 plus 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്നതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ് അല്ലേ? 3 ഈസ് എ ഫൈനൈറ്റ് പോസിറ്റീവ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടെസ്റ്റ് പ്രകാരം എന്ത് പറയാം? ക്വസ്റ്റ്യൻ ടെസ്റ്റ് പ്രകാരം ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് അതല്ലെങ്കിൽ ആൻഡ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് converge or diverge together. Converge or diverge together. അപ്പോൾ നമുക്ക് ഈ ജി ഓഫ് എക്സ് ഡൈവേർജൻ്റെയോ കൺവേർജൻ്റെയോ എന്നറിയാം അല്ലേ? അതേത് റിസൾട്ട് പ്രകാരമാണ്? വി നോ ദാറ്റ് ഏത് റിസൾട്ട് പ്രകാരം? ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് കൺവേർജസ് ഇഫ് എപ്പോൾ ടി എന്നത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. സോ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്തായിരുന്നു? ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി 1 by e raised to x എന്നായിരുന്നു. അതായത് e raised to മൈനസ് എക്സ്. ഇപ്പോൾ ഇവിടെ ടിക്ക് പകരം 1 ആണ് അല്ലേ? ടി ഈക്വൽ ടു 1 ആണ്. 1 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് അത് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം ക്വസ്റ്റ്യൻ ടെസ്റ്റ് പ്രകാരം ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും കൺവേർജ് ചെയ്യും എന്ന് പറയാം. ഹെൻസ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ് അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ 3 by e raised to x plus 5 dx കൺവേർജസ്. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി log x by x plus 2 log x by x plus 2. ഇപ്പോൾ എഫ് ഓഫ് എക്സ് വന്നത് log x by x plus 2 ആണ്. log x by x plus 2
അപ്പോൾ ഞാൻ താഴെ ഒരു എക്സ് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എങ്ങനെ വരും? ലോഗ് എക്സ് ബൈ എക്സ് ഇൻറ്റു 1+2/x എന്ന് വരും. ഇവിടെ നമ്മൾ ജി ഓഫ് എക്സ് ആയിട്ട് എന്തിനാ ചൂസ് ചെയ്യാം? 1/x ചൂസ് ചെയ്യാം. ചൂസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. ഇനി എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കാണണം. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ബൈ എക്സ് പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 1/x. ലോഗ് എക്സ് ബൈ എക്സ് പ്ലസ് 2 നമ്മൾ ലോഗ് എക്സ് ബൈ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അങ്ങനെ എഴുതിയാൽ മതി. 1+2/x ഡിവൈഡഡ് ബൈ 1/x. 1/xനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/xനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എന്ത് വരും? 1/x എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x/1 വരും. സോറി, ഇവിടെ എക്സ് ലോഗ് എക്സിനെ നമ്മൾ മാറ്റി എഴുതിയല്ലോ. അപ്പോൾ അത് എഴുതാം. അതായത് ലോഗ് എക്സ് ബൈ എക്സ് ബൈ അങ്ങനെ എഴുതാം. അപ്പോൾ ലോഗ് എക്സ് ബൈ എക്സ് ഇൻറ്റു 1+2/x ഇനി ഇൻറ്റു x/1. ആ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്തു. അത് നമുക്ക് കിട്ടുക ലോഗ് എക്സ് ബൈ 1+2/x എന്ന് കിട്ടും അല്ലേ? ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? ലോഗ് എക്സ് ബൈ 1+2/x എന്നാണ്. അപ്പോൾ ലോഗ് എക്സ് ബൈ 1+2/x. അപ്പം എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ലോഗ് എക്സ് എന്നതും ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. ലോഗ് ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ പോവുക? ഇൻഫിനിറ്റിയിലേക്ക് പോകും ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നത് ഇൻഫിനിറ്റി ആണ് കിട്ടിയത് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ കോഷ്യൻ ടെസ്റ്റ് പ്രകാരം ഇതിപ്പോൾ ഇൻഫിനിറ്റി ആണ് വാല്യൂ എങ്കിൽ നമുക്കറിയാം താഴെയുള്ള ഫംഗ്ഷൻ്റെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്താൽ മുകളിലതും ഡൈവേർജ് ചെയ്യും. ദാറ്റ് മീൻസ് ബൈ കോഷ്യൻ ടെസ്റ്റ് integral 1 to infinity f of x dx diverges if integral 1 to infinity g of x dx diverges. അപ്പം നമ്മൾ താഴെയുള്ള ആ ഫംഗ്ഷൻ ഡൈവേർജ് ആണോ കൺവേർജ് ആണോ നോക്കുക. ഹിയർ ഇൻ്റഗ്രൽ 1 to infinity g of x dx is equal to g of x നമ്മൾ ചൂസ് ചെയ്തത് 1/x ആയിരുന്നു. അപ്പോൾ 1/x dx എന്ന് വരും. ഇൻ്റഗ്രൽ 1 to infinity 1/x dx. ഓക്കെ, ഈ 1/x dx എന്താണ്? ഡൈവേർജ് ചെയ്യോ കൺവേർജ് ചെയ്യോ? ദിസ് ഡൈവേർജസ്. കാരണം നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ 1 to infinity 1/x raised to p dx converges if p greater than 1. ഇവിടെ പി എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? അപ്പോൾ പി ഗ്രേറ്റർ ദാൻ 1 മാത്രമേ ആ റിസൾട്ട് എന്താ ഉള്ളൂ? കൺവേർജ് ചെയ്യേണ്ടുള്ളൂ. അതേസമയം പി ഈക്വൽ ടു 1 ആവും അല്ലെങ്കിൽ പി ലെസ് ദാൻ 1 ആവുമ്പോൾ നമ്മുടെ ആ റിസൾട്ടിൽ അത് ഡൈവേർജ് ചെയ്യുന്നിരുന്നു. അപ്പോൾ ഇവിടെ പി എന്നത് 1 ആണ്. സോ ബൈ റിസൾട്ട് ദിസ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജസ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to infinity g of x dx ഡൈവേർജ് ചെയ്തു. അപ്പോൾ നമ്മുടെ കോഷ്യൻ ടെസ്റ്റ് പ്രകാരം ഈ താഴെയുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് ചെയ്താൽ മുകളിലുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. അപ്പം ഇൻ്റഗ്രൽ 1 to infinity f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to infinity log x by x plus 2 dx diverges. Okay, thank you.